നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു ചിക്കൻ്റെ റെസിപ്പിയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. നല്ല നാടൻ സ്റ്റൈലിൽ വറുത്തരച്ച ചിക്കൻ കറി. നമുക്ക് ഇത് നാടൻ കോഴി കൊണ്ടും ബ്രോയിലർ കോഴി കൊണ്ടും നമുക്ക് ഈ സെയിം റെസിപ്പിയിൽ നമുക്കിത് ചെയ്യാവുന്നതാണ്. വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒരിക്കലെങ്കിലും ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. ചോറിൻ്റെ കൂടെയും പൊറോട്ട, അപ്പം, ചപ്പാത്തി, പുട്ട്, ഇടിയപ്പം എന്തിൻ്റെയും കൂടെ കഴിക്കാവുന്ന നല്ല അടിപൊളി ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണിത്. ആദ്യമേ തന്നെ നമുക്ക് ഈ തേങ്ങയൊന്ന് വറുത്ത് എടുക്കണം. അതിനായിട്ട് ഞാനൊരു ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്ത് അതിനകത്തേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് കറുവപ്പട്ട, ഗ്രാമ്പു, കുരുമുളക്, ഏലക്ക എന്നിവ ഇട്ട് കൊടുത്ത് ഒരു 30 സെക്കൻഡ് അതിനകത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കാം. വറുത്തരയ്ക്കുന്ന കറികളിൽ തേങ്ങ എടുക്കുമ്പോൾ അല്പം ഉണങ്ങിയ തേങ്ങ എടുക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ ഒരു മീഡിയം സൈസ് തേങ്ങയുടെ പീര എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ പെരിഞ്ജീരകം ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 10 ഉണക്കമുളക്, ഒരു 3 to 4 തണ്ട് കറിവേപ്പില, ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. തേങ്ങ വറുത്തെടുക്കുമ്പോൾ ആദ്യത്തെ 2 മിനിറ്റ് ഫുൾ ഫ്ലെയിമിലും പിന്നീട് നമുക്ക് ഫ്ലെയിം തീരെ കുറച്ച് വെച്ച് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. തേങ്ങാപ്പീര ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം 1 മിനിറ്റും കൂടെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് 1 മിനിറ്റ് വളരെ ചെറിയ ഫ്ലെയിമിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. പൊടികളൊക്കെ ചേർത്ത് 1 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. വറുത്തെടുത്ത പീരയുടെ ചൂട് മാറിയതിന് ശേഷം നമുക്ക് വെള്ളം ചേർക്കാതെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഇനി ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്ത് അതിനകത്തേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിനകത്തൊരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് നല്ലപോലെ ഒന്ന് പൊട്ടിച്ച് എടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു അരമുറി തേങ്ങയുടെ തേങ്ങാക്കൊത്തും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ 1 മിനിറ്റ് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 3 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് 1 മിനിറ്റും കൂടെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 300 ഗ്രാം ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ചേർത്ത് കൊടുത്ത് 1 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ചുവന്നുള്ളി ചെറുതായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് 2 മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാളയൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതേ കൂട്ടൊന്ന് തപ്പിപ്പൊത്തി വെക്കുക. എന്നിട്ട് മൂടി വെച്ച് 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ സവാളയും ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വാടി കിട്ടും. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 3 തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് തപ്പി പൊത്തി വെക്കുക. എന്നിട്ട് മൂടി വെച്ച് 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഒന്ന് വാടി കിട്ടും. ഇനി നമ്മുടെ തേങ്ങ വറുത്ത് അരച്ചത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ചേർത്ത് കൊടുക്കാണ്ടാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഒരു ഉണക്കത്തേങ്ങയാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഉണക്കത്തേങ്ങ വറുത്തെടുക്കുമ്പോൾ നമുക്ക് ഇതേപോലെ നല്ല ഓയിലി ആയിട്ടുള്ള പേസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മൾ കുറച്ച് അധികം സമയം നമ്മൾ മിക്സിയിലോ അല്ലെങ്കിൽ അരകല്ലിലോ ഇട്ട് അരച്ച് കഴിയുമ്പോൾ നമുക്ക് ഇത്രയും ഓയിലി ആയിട്ട് ഉള്ള അരപ്പ് നമുക്ക് കിട്ടുന്നതാണ്. അരപ്പും നമ്മുടെ സവാളയും ഉള്ളിയൊക്കെ ആയിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് 1 മിനിറ്റ് വളരെ ചെറിയ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം.
ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ആ മിക്സി കഴുകിയ വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ഗ്ലാസ് വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് 2 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ അരപ്പൊക്കെ നന്നായിട്ട് നമുക്കൊന്ന് തിളച്ച് കിട്ടും. അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിനകത്തേക്ക് ഒരു 1/300 ചിക്കൻ്റെ മീറ്റ് മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ബ്രോയിലർ കോഴിയുടെ മീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നാടൻ കോഴിയുടെ മീറ്റ് വെച്ചിട്ടും ഇതേ സെയിം റെസിപ്പിയിൽ ചെയ്ത് എടുക്കാവുന്നതാണ്. നാടൻ കോഴിയുടെ മീറ്റ് വെന്ത് കിട്ടാനായിട്ട് കുറച്ച് അധികം സമയമെടുക്കും എന്നൊരൊറ്റ വ്യത്യാസം മാത്രമേ ഇതിനകത്തുള്ളൂ. ബാക്കി മൊത്തം നമുക്ക് ഇതേ സെയിം റെസിപ്പി ഫോളോ ചെയ്യാവുന്നതാണ്. ഇറച്ചിയും മസാലയുമായി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതേ കൂട്ട് ഒന്ന് തപ്പി പൊത്തി വെച്ച് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. നമ്മൾ ഓരോ 3 മിനിറ്റിലും അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. ചിക്കനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാം. മൂടി തുറന്ന് ഒന്ന് നോക്കുമ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചാറ് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് തുറന്ന് വെച്ച് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ചാറ് ഒന്ന് വറ്റി ഗ്രേവിയൊക്കെ നല്ലപോലെ ഒന്ന് തിക്കാവും. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു 4 തണ്ട് കറിവേപ്പില ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്വയംഭൻ വറുത്തരച്ച ചിക്കൻ കറി റെഡിയായിട്ടുണ്ട്. ചോറ്, പൊറോട്ട, ചപ്പാത്തി, പുട്ട്, അപ്പം, ഇടിയപ്പം എന്തിൻ്റെയും കൂടെ കഴിക്കാവുന്ന നല്ല അടിപൊളി ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണിത്. വീഡിയോ കണ്ട കൂട്ടുകാർ ഒരിക്കലെങ്കിലും ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം.